കുറെ ഭാഗങ്ങൾ ഒരു വൈദിക വീക്ഷണത്തില് നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ എന്തുകൊണ്ടോ ഈ ഇതിനോടൊരു താല്പര്യക്കുറവ് ഒന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ അന്നത്തെ സമയത്ത് എന്താണോ ഇവരെല്ലാം കേട്ടിരിക്കുന്ന കഥയല്ല ഞാൻ പറയുന്നത് എന്ന് തോന്നിയത് കൊണ്ടാണോ, അതിന് പ്രേക്ഷകർ എന്ന് പറയുന്ന വ്യക്തികൾ കുറവായിരുന്നു. പക്ഷെ അത് നിർത്തി കഴിഞ്ഞപ്പോൾ പലരും എന്നോട് വന്ന് ചോദിക്കുന്നു, അത്തരം നല്ല ഒരു മഹാഭാരത ക്ലാസ് ഞങ്ങൾ അടുത്തെങ്കിലും കേട്ടിട്ടില്ല, ഇനി എന്നാണ് ആരംഭിക്കണേ എന്നുള്ളതാണ്. അപ്പൊ കേൾക്കാൻ അന്ന് അവസാനം ചുരുങ്ങി 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 അത് 20 പേരിൽ താഴെ. പക്ഷെ ആ 20 പേര് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഇനി രണ്ടാളുള്ളെങ്കിലും ഇത് കേൾക്കാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പറയണം, പഠിപ്പിക്കണം എന്നുള്ളതാണ്. അല്ലാണ്ട് ആഗ്രഹിച്ചു വരുന്ന 2 പേർക്ക് അത് നിഷേധിക്കുക എന്നുള്ളത് തീർത്തും തെറ്റാണ്. അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും നമ്മൾക്ക് ആളുകൾ കുറയുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടാകരുത്. നമ്മളുടെ ധർമ്മം എന്താണോ, ലക്ഷ്യം എന്താണോ, അതിനകത്തേക്ക് ഞാനും നീങ്ങും, നിങ്ങൾ നീങ്ങുക. തുടക്കം തന്നെ പറയാനുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചിന്മയ മിഷനിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്വാമിജി ഒരിക്കലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് മഹാഭാരതം ഒരു കഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അന്നത്തെ സമയത്ത് പലരും അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പ്രത്യേകത കൊണ്ടാണോ, അതല്ലെങ്കിൽ ജനങ്ങൾ ഇത് മുഴുവനും സത്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹത്തിന് ഈ ഇത് കഥയാണെന്ന് പറഞ്ഞപ്പോൾ കയ്യേറ്റം ഉണ്ടായി എന്നുള്ളതാണ് ഒരു സത്യം. അതിനുശേഷം അദ്ദേഹം ഹൈന്ദവ പ്രസ്ഥാനത്തിനോടൊക്കെ വളരെ എതിർത്തുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനിനി ആളുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം അത് ആരാണെന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ 1988 ഒക്ടോബർ 2 മുതൽ 1990 ജൂൺ വരെ, എനിക്ക് തോന്നുന്നത് ജൂൺ മാസം മുഴുവനും വരെയും അത് ഉണ്ടായി എന്ന് പറയുന്നത് മഹാഭാരത കഥ നമ്മളുടെ ദൂരദർശനിൽ 1988 മുതൽ നമ്മളത് കാണാൻ തുടങ്ങി. ഈ മഹാഭാരത കഥയുടെ ഉള്ളടക്കം മറ്റും എല്ലാം എഴുതിയത് അന്നത്തെ ഏറ്റവും നല്ല ഒരു തിരക്കഥാകൃത്ത്, അദ്ദേഹത്തിന്റെ പേര് റാഹി മാസും റാസ. അങ്ങേര് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക വിശ്വാസമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അദ്ദേഹമാണ് തിരക്കഥയും ഗാനങ്ങളൊക്കെ എഴുതിയത്. ഇനി അദ്ദേഹം എഴുതിയത് കൊണ്ടാണ് മഹാഭാരത കഥ എന്ന് പറഞ്ഞതെന്ന് നിങ്ങൾ വിഷമിക്കരുത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സന്യാസി സമൂഹം മുതല് അദ്ദേഹം തേടിയ പല വ്യക്തികളും, പല എന്നാൽ ആശ്രമങ്ങളിൽ നിന്നുള്ള നിരവധി കാവിധാരികളുടെ, അല്ലെങ്കിൽ സന്യാസി വർഗങ്ങളുടെ, അല്ലെങ്കിൽ സന്യാസി സമൂഹങ്ങളുടെ, ഭക്തരുടെയൊക്കെ ഉപദേശപ്രകാരം അവരെല്ലാം പറഞ്ഞത് എന്താന്ന് പറഞ്ഞിട്ട്, ഇത് സത്യമാണെന്നൊന്നല്ല പറഞ്ഞത്, മഹാഭാരത് കഥ ആ കഥാഹേ പുരുഷാർത്ഥഹി, ഈ കഥയിൽ പുരുഷാർത്ഥമുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് സാർത്ഥകി പരമാർത്ഥകി, ഇതിനകത്ത് സാർത്ഥക എന്ന് പറയുന്നത് എന്താ ഇതിനെ പറയുന്നത്, ഇതിനകത്ത് പല മനുഷ്യന്റെ ദുഷിച്ച കുറെ ചിന്തകളുണ്ട്, അതിന്റെ കൂടെ കുറച്ച് പരമാർത്ഥമുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ആ കഥയില്, പുരുഷാർത്ഥവും പറഞ്ഞു, പരമാർത്ഥവും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ റാഹിം മാഹും റാസേന എന്തുകൊണ്ട് ഈ ഭാരത ജനത വലിയ ഒരു ഹാരമണയിച്ചില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹം പിന്നീട് ഈ മഹാഭാരത കഥയുടെ പിന്നിൽ പ്രവർത്തിച്ച് ഈ ഇസ്ലാം സഹോദരനെ എന്തുകൊണ്ട് നമ്മളാരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു. 88 എന്ന് പറയുന്നത് എനിക്ക് എത്ര വയസ്സുണ്ടാകും, 18-20 വയസ്സുണ്ടാകും. ആ സമയത്ത് അത്രയും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. ടിവിയുടെ മുമ്പിൽ പോയി നോക്കിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം, അദ്ദേഹം പണ്ഡിതനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് മഹാഭാരത കഥ, വെറുതെ അങ്ങോട്ട് മഹാഭാരത കഥ എന്നല്ല പറഞ്ഞേക്കുന്നത്, ശ്രീ മഹാഭാരത കഥ എന്നുമല്ല പറഞ്ഞേക്കുന്നത്, അത് ശ്രീ മഹാഭാരത കഥ, അത് ശ്രീ അത പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. എന്താണ് ഈ അത? അതിന് ശേഷം മഹാഭാരത കഥ ഉണ്ടായി. എന്തിനു ശേഷം? മഹാഭാരത യുദ്ധത്തിന് ശേഷം. അതുകൊണ്ട് അത എന്നുള്ളൊരു ഭാഗം അദ്ദേഹം പ്രത്യേകം ഒരുക്കി.
അതുകൊണ്ട് അദ്ദേഹം 100% ഇതിനെ കഥ എന്ന് ഈ റാസിഖ് മാഹൂർ റാസ പറഞ്ഞില്ല. സന്യാസികൾ പറഞ്ഞാൽ പോലും അദ്ദേഹം അവിടെ ആത്മശബ്ദം കൊടുത്തു. അതിനുശേഷമാണ് കഥ പുരുഷാർത്ഥകി എന്ന് പറഞ്ഞെല്ലാം അദ്ദേഹം തുടങ്ങിയത്. അതിനകത്ത് 2 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അത്രയും എത്ര 10,000 ചില്ലാൻ കഥാപാത്രങ്ങളുണ്ട് 10,000 ശ്ലോകങ്ങളിൽ തന്നെ. അദ്ദേഹം പറഞ്ഞ അടുത്തൊരു വരി സാരഥി ജിസാഖ് ബെനെ കൃഷ്ണഭാരത പാർത്തകി, കൃഷ്ണന്റെയും ഭാരത പാർത്ഥന്റെയും അല്ലെങ്കിൽ ഭാരതത്തിന്റെയും പാർത്ഥന്റെയും കഥയാണ് ഇത്. കൃഷ്ണന്റെ കഥയുണ്ട് ഇതിനകത്ത്, ഭാരതത്തിന്റെ ചരിത്രമുണ്ട്, പാർത്ഥന്റെ കഥയുണ്ട്. ബാക്കി ഭീമനും നകുലനും സഹദേവനും മറ്റു ഒരു വ്യക്തിയും അതിനകത്ത് വന്നില്ല. ഇതിനകത്ത് പാർത്ഥനിലേക്ക് അത്ര അദ്ദേഹം ശ്രദ്ധിക്കാനുള്ള ഒരു കാരണം, ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും ഗീത പാർത്ഥസാരഥിയുടെ പാർത്ഥസാരഥിയായിട്ട് വന്ന കൃഷ്ണൻ എഴുതിയത് കൊണ്ടായിരിക്കും, അതായിരിക്കും ഈ കൃഷ്ണഭാരത പാർത്ഥകി എന്ന് ഈ റാഹിം മാസും റാസ വിവരിക്കാൻ കാരണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചെങ്കിൽ തീർത്തും തെറ്റി. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ തിരക്കഥ മുഴുവനും സീരിയലായിട്ട് വന്നില്ല. അതിന്റെ പിന്നിലുള്ള ഒരു പ്രത്യേകത എന്താണ് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃഷ്ണനേക്കാൾ ബഹുമാനം അദ്ദേഹം അർജുനന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ മഹാഭാരതത്തിന്റെ ഓരോ ഏടുകളിലേക്കും നമ്മൾ എടുത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത ഒരു അർജുനനെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ അർജുനന്റെ ഒരു പ്രത്യേകത എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1 കോടി എന്നെല്ലാമാണ് അദ്ദേഹത്തിന്റെ ആ അസ്ത്രപ്രചരത്തെ കുറിച്ച് പുകഴ്ത്തുന്നത്. അദ്ദേഹം അത്രക്ക് അഗ്രഗണ്യനായിരുന്നു. എടുക്കുന്നത് 1 കാണുള്ളൂ, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 1 കോടി അല്ലെ കോടിക്കണക്കിന് അസ്ത്രങ്ങളെ ഒരു നിമിഷ നേരം കൊണ്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിട്ട് ആ ഒരു മനുഷ്യനെ ഒറ്റക്ക് എവിടെയെങ്കിലും വിട്ടാൽ പോരായിരുന്നോ? ഈ അർജുനനും നകുലനും സഹദേവനൊക്കെ അർജുനനെ വെച്ചിട്ട് ഇത്തിരി കൂടി കഴിവ് കുറവുള്ള ഒരാളായിരുന്നു. അവരൊക്കെ വല്ലവന്റെയും അമ്പ് കൊണ്ട് ചാകാതിരിക്കാനായിട്ട് കൃഷ്ണൻ ആ മാതിരിയോടുള്ള സ്നേഹം വെച്ച് ഒന്ന് നകുലനെയോ സഹദേവനെയോ സഹായിക്കേണ്ടത്. അതിന് ഇത്രയും കഴിവുള്ള ഒരാൾ സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണൻ ചെയ്തൊരു മണ്ടത്തരമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതല്ലെങ്കിൽ അർജുനൻ ഒരു ക്ഷത്രിയനായിരുന്നില്ല. ഇയാൾക്ക് എല്ലാ കഴിവുണ്ട്, പക്ഷെ ക്ഷത്രിയന്റെ ഒന്നും അയാളിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ യുദ്ധക്കളം കണ്ടപ്പോൾ പെട്ടെന്ന് പേടിച്ചുപോയി. അയ്യോ, ഞാൻ ഇത്രയും പേരെ വധിക്കണോ എന്നുള്ള ചിന്തയാണ് ആദ്യം തന്നെ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അത് കൃഷ്ണൻ അറിയാം, ഇവൻ വില്ലാളി വീരനാണ്, പക്ഷേ ഇവൻ ബ്രാഹ്മണനാണ്. അതിന്റെ തെളിവുകൾ നിരവധി അർജുനൻ മുന്നേ നിർത്തിയതുകൊണ്ട് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇയാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അർജുനന്റെ തേരിൽ വന്നിരിക്കുന്നത്. ഇതല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് തന്നെ വേറെ ആരെങ്കിലുമൊക്കെ സഹായിക്കായിരുന്നു. ഞാൻ യുധിഷ്ഠിരൻ എന്നുള്ളൊരു പേരിന്റെ ഭാഗം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. യുധിഷ്ഠിരൻ എന്ന് പറയുന്ന പേരിൽ ഒരു അത്ഭുതം ഉണ്ട്. യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ ആരാണോ അവനാണ് യുധിഷ്ഠിരൻ. അല്ലാതെ ധർമ്മപുത്രർ എന്നുള്ളൊരു പദം അദ്ദേഹം ചൂതുകളിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ധർമ്മപുത്രരായിരുന്നെങ്കിൽ ചൂത് കളിക്കാൻ പോകും. ധർമ്മത്തെ അത്ര കണ്ട് കാക്ഷിക്കുന്നവനാണെങ്കിൽ ഇതുപോലുള്ള പലതരം ചൂതുകളികളുണ്ട്, ചീട്ടുകളി, എത്രയോ തരം ചൂതുകളികളുണ്ട്. അതിനകത്ത് ആരും പങ്കെടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ധർമ്മപുത്രൻ എന്നുള്ള പദമൊക്കെ അദ്ദേഹത്തിന് പണ്ടേ നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും ക്ഷത്രിയന്റെ ആ സ്വഭാവം അദ്ദേഹത്തിന് വന്നു ചേർന്നിരുന്നു. യുദ്ധമെങ്കിൽ യുദ്ധം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ചൂതുകളിയിൽ ഏർപ്പെട്ടത്. പിന്നെ ധർമ്മപുത്രനായിരുന്നെങ്കിൽ, ബുദ്ധിബോധം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യം അദ്ദേഹം ചെയ്തേനെ. അദ്ദേഹം ചെയ്യേണ്ടത് ഒരു ഭാഗം എന്ന് പറയുന്നത്, ദുര്യോധനൻ പറഞ്ഞു യുധിഷ്ഠിരനോട്, നീ ചൂത് കളിക്കാൻ തയ്യാറാണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ യുധിഷ്ഠിരന്റെ വിചാരം എന്താണ്? വെല്ലുവിളിച്ചവനാണ് ചൂതുകളിയുടെ എതിരാളി എന്ന് അദ്ദേഹം ചിന്തിച്ചു. വന്നപ്പോൾ എന്താണ്, അവിടെ വന്ന ആള് മാറിപ്പോയി, ശകുനിയായിപ്പോയി. അദ്ദേഹമാണ്
ചൂതുകളിയുടെ എന്താണ് സഹായിക്കാനായിട്ട് വരുന്നത്. അല്പം ബോധം ഈ ദുര്യോധനൻ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞ നീ വാക്ക് പറ്റിയില്ലേ, ഞാനും ഒരാളെ കൊണ്ടുവരാന്ന് പറഞ്ഞ് കൃഷ്ണൻ എത്രയും കഴിവുള്ള കൃഷ്ണനെ അവിടെ മുന്നിൽ നിർത്തിയിരുന്ന വെച്ചെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവൂലായിരുന്നു, ഒന്നും ഉണ്ടാവൂലായിരുന്നു. നീ എന്റെ അമ്മാവനെ കൊടുത്തപ്പോ ഞാൻ എന്റെ അങ്കിളിനെയാണ് കൊണ്ടുവന്നേക്കണത്, അല്ലെങ്കിൽ എന്റെ അമ്മാവനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് എന്റെ അമ്മാവനും നിന്റെ അമ്മാവനും കൂടി കളിക്കട്ടെ. നീ വാക്ക് മാറ്റിയതുകൊണ്ട് ഞാനും വാക്ക് മാറ്റുന്നു. അല്ലെങ്കിൽ നീയാണ് എന്നെ പോരിനെ വിളിച്ചത്, നീ കരുക്കൾ നീക്കാൻ തയ്യാറാകണം എന്നുള്ള ചിന്ത പോലും ആർക്കുണ്ടായിരുന്നില്ല? യുധിഷ്ഠിരനുണ്ടായിരുന്നില്ല. അർജുനനും യുധിഷ്ഠിരനും തമ്മിലുള്ള വ്യത്യാസങ്ങളും ബുദ്ധിപരമായിട്ടുള്ള വ്യത്യാസങ്ങളും നയതന്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ യുധിഷ്ഠിരൻ എന്നുള്ളത് രാജാവാകാൻ പോലും അർഹനുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്റെ ചിന്ത എന്തോ. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ അർജുനന്റെ പ്രത്യേകത? അർജുനൻ എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ സഹായിക്കാനായിട്ട് തേരിലേറി പാർത്ഥസാരഥിയായി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അർജുനൻ സദാസമയം താടി വളർത്തി, ദീക്ഷയെല്ലാം വളർത്തി, ഒരു ബ്രാഹ്മണൻ എവിടെയെല്ലാം സഞ്ചരിക്കുമോ, എത്രയെല്ലാം ദേശാടനം നടത്തുമോ, ആ ദേശാടനം നടത്തി അറിവുകൾ സമ്പാദിക്കുന്ന ഒരു വ്യഗ്രത ഈ അർജുനനിൽ ഉണ്ടായിരുന്നു. സുന്ദരിയായ ദ്രൗപദിയെ കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിന്റെ ദേശാടനം ചെയ്തിരുന്നു. സന്യാസികൾ ചെയ്യുന്ന തീർത്ഥയാത്ര ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് പാർത്ഥൻ എന്നുള്ളൊരു പേര് വന്നു ചേരുന്നത്. അതാണ് അർജുനന്റെ തീർത്ഥയാത്രയുടെ പ്രത്യേകത. ഇദ്ദേഹം താടി വളർത്തി അത് ഭീമൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അർജുനന്റെ താടി കാണാൻ വളരെ ഭംഗിയാണ്, എനിക്ക് താടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു ഭാഗം മഹാഭാരതത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് അർജുനൻ താടി വളർത്തി, ദീക്ഷയെല്ലാം വളർത്തി, നീർമരുത് എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം പലപ്പോഴും ഏകനായിട്ടിരിക്കുന്നതും തപസ്സനുഷ്ഠിക്കുന്നതും വജ്രാസനത്തിൽ ഇരിക്കുന്നതും എല്ലാം മഹാഭാരതത്തിലെ പല ഭാഗത്തും ഈ വ്യാസൻ എഴുതാനായിട്ട് മറന്നിട്ടില്ല. എന്നിട്ടാണ് ഇദ്ദേഹത്തിനെ വിളിച്ച് വ്യാസൻ ഒരു ഭാഗത്ത് പറയുന്നത് ഇദ്ദേഹം വില്ലാളി വീരനാണെന്ന്. വില്ലാളി വീരനല്ല, ഋഷിയാണെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി ഈ ദ്രോണർ എന്ന് പറയുന്ന ഒരു ദുർമുഖിയുണ്ട് മഹാഭാരതത്തില്. നമ്മൾ നോക്കുമ്പോഴൊക്കെ ദ്രോണറൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷെ ദ്രോണർ യഥാർത്ഥത്തിൽ ഈ അർജുനനെ ഒരു പശുപതാസ്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊന്നും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു സത്യം. എന്താ അതിന്റെ കാരണം എന്നുള്ളത്, ഇദ്ദേഹത്തിന് ദ്രുപദ മഹാരാജാവിനെ എങ്ങനെ വഴിയാധാരമാക്കാം, അതിനുള്ള വൈരാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഹസ്തിനപുരത്ത് വരുന്നതും മറ്റ് യോദ്ധാക്കള് ദുര്യോധനാദികളെയും യുധിഷ്ഠിരൻ മുതലുള്ള പഞ്ചപാണ്ഡവരെയും മറ്റ് രാജാവിന് താല്പര്യമുള്ള പലരെയും അദ്ദേഹം യുദ്ധമുറകളും അഭ്യാസമുറകളും എങ്ങനെ വെല്ലുവിളിക്കണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഏകാഗ്രതയുള്ള ഒരു കുട്ടിയെ കണ്ടു, ഒരു യുവാവിനെ കണ്ടു. അത് അർജുനനാണ്. ആ അർജുനനെ കൊണ്ട് തന്നെ ദ്രുപദനെ ഒന്ന് അടിയറയോ പറയിപ്പിക്കാം എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം അർജുനനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ദ്രോണരുടെ ഒരു വളഞ്ഞ ബുദ്ധി കൊണ്ട് ഈ ദ്രുപദ മഹാരാജാവിനെ അദ്ദേഹം കീഴടക്കം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ പട്ടിണി വരണം എന്നുള്ള അർത്ഥത്തില് അദ്ദേഹത്തിന്റെ പശുക്കളെ മുഴുവനും ഈ അർജുനനെ കൊണ്ട് തട്ടിയിടിപ്പിക്കുന്നുണ്ട്. അത് ഒരു ഭാഗം. അപ്പൊ രണ്ടാമത്തെ ഒരു ഭാഗം ഞാൻ കണ്ടിരിക്കുന്നത് അർജുനന്റെ പക്ഷികളെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം. ഓരോ പക്ഷികളും ഏതെല്ലാം രീതിയിലാണ് അതിന്റെ ജീവിത രീതി എന്നുള്ളൊരു നിരീക്ഷണം അർജുനിൽ നമുക്ക് എപ്പോഴും കാണാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇനി അർജുനന്റെ നമ്മൾ കാണാത്തൊരു ഭാഗം, ഇദ്ദേഹം സന്യാസിയാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം ഒരിക്കലും സ്വർഗത്തിൽ പോയൊരു കഥ ഈ വ്യാസൻ എഴുതിയ മഹാഭാരതത്തിലുണ്ട്. സത്യമാണോ എന്നൊന്നും അറിയില്ല. എന്തെങ്കിൽ ഈ അർജുനന്റെ ഒരു സ്വഭാവം ഈ ഉർവശിയോട് കാണിക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള അകാര വടിവൊക്കെ ഉള്ള ഒരു സ്ത്രീയെ, അല്ല യൗവനയുക്തയായ ഒരു സ്ത്രീയെ കണ്ടാൽ ഒരുപക്ഷെ പുരുഷന് പ്രകൃതി കൊടുത്തിരിക്കുന്ന ആ കാമത്തിന്റെ ഗുണം കൊണ്ട് അവൻ ഒരു പ്രാവശ്യമെങ്കിലും നോക്കും എന്നുള്ളതാണ്. ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് ഉർവശിയെ കണ്ടിട്ട് പോലും അല്പം പോലും കാമം തോന്നിയില്ല എന്നുള്ളതാണ് അർജുനന്റെ ഒരു പ്രത്യേകത. കാര്യം അർജുനൻ അത്രയും പറയുന്നത്, ആ
സർവ സംഘ പരിത്യാഗി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. അതുകൊണ്ട് ഉർവശി ഏത് മുനിമാര് കണ്ടാൽ പോലും ഉർവശിയെ ഒന്ന് കണ്ണോടിച്ച് അല്ലെങ്കിൽ ഇടം കണ്ടിട്ട് നോക്കിയിരുന്ന ഉർവശിയെ അർജുനൻ കണ്ടിട്ട് യാതൊരു മൈൻഡും വെച്ചില്ല എന്നുള്ളതാണ്. അതെല്ലാം അർജുനന്റെ സന്യാസിയെ അല്ലെങ്കിൽ ബ്രാഹ്മണനെ അല്ലെങ്കിൽ ഋഷിയെ മഹാഭാരതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനന്റെ പാർത്ഥന്റെ സാരഥിയായിട്ടാണ്, അല്ലെങ്കിൽ പാർത്ഥന്റെ സാരഥിയായിട്ട് വരാനുള്ള ഒരു കാരണം അർജുനന്റെ ബ്രാഹ്മണത്വവും അർജുനനിലുള്ള ഋഷിയും അതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആദ്യത്തെ ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു സംഭവം, യഥാർത്ഥത്തിൽ അർജുനൻ എവിടെ നിന്നാണ് ആ പേര് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, അർജുനൻ എന്ന് വെച്ചാൽ വില്ലാളി വീരൻ എന്നുള്ളൊരു പര്യായം പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതേ സമയത്ത് ജിഷ്ണു മുതലുള്ള പല പേരുകളും അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അർജുനന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആർജവമുള്ളതാണ്. ഋഷികൾക്ക് വേണ്ടത്, സന്യാസികൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു അധ്യാപകന് വേണ്ടതെല്ലാം ആർജവമാണ്. ആ ആർജവം യഥാർത്ഥത്തിൽ ആർക്കുണ്ടോ അതുകൊണ്ടാണ് അർജുനൻ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അതുകൊണ്ട് മഹാഭാരതത്തിലെ മുഴുവൻ പേരുകളും നമ്മൾ എടുത്തു നോക്കിയാൽ അത് ആ ആദ്യകാലത്തുണ്ടായ പേരുകളൊന്നും ആയിരിക്കില്ല അവർക്ക് പിന്നീട് ഉണ്ടായത്. അത് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ ഇവൻ തടിച്ച് വലുതായി അജാനബാഹു ആവും എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭീമന്റെ പേര് പിന്നീട് വന്ന് ചേർന്നതായിരിക്കണം. യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ ഒരു പേരും പിന്നീട് വന്ന് ചേർന്നതായിരിക്കണം. അതുപോലെ തന്നെ ഇരിക്കണം നകുലനും സഹദേവനും മറ്റും എല്ലാവരും. ഇടക്കാലം കൊണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന ഒരു സ്വഭാവം മഹാഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാം. ഓരോരോ അവസരം കൊണ്ട് അവസരത്തിന് അനുയോജ്യമായ പേരിട്ട് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പഞ്ചപാണ്ഡവന്മാരുടെയും ദുര്യോധനാദികളുടെ എല്ലാം പേരുകൾ പിന്നീട് വന്നു ചേർന്നതായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വോയിസിൽ ഞാൻ പറഞ്ഞിരുന്നു, ഭീഷ്മരുടെ പേര് പോലും ഇതിനു മുമ്പുള്ളത് ദേവവ്രതൻ എന്നുള്ളതായിരുന്നു. അപ്പൊ ഓരോരോ സമയത്തും ഓരോരോ പേരുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പേര് വരാനുള്ള കാരണത്തെ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രത്തിന്റെയും പേര് എന്തുകൊണ്ട് എപ്പോൾ എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു പോയാൽ മഹാഭാരതത്തിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാനിത് പറയാനുള്ള ഒരു കാരണം, ഏതെങ്കിലും ഒരു വാക്കോ ഒരു പാട്ടോ ഇതല്ലെങ്കിൽ നിങ്ങളൊരു കവിതയോ കേട്ടാൽ നിങ്ങൾ കേട്ട അതേ അർത്ഥത്തിൽ എടുക്കരുത്, അങ്ങനെ ഉൾക്കൊള്ളാനും ശ്രമിക്കരുത്. ഞാനത് അവിടെ പറഞ്ഞ ഓണം നഗറിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഏണിപ്പടികൾ എന്നുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു, ഏത് കാലഘട്ടത്തിൽ ഇറങ്ങിയതാണെന്ന് അറിയില്ല. അതിനകത്ത് ഒരു ഗാനമുണ്ട്, പ്രാണനാഥനെനിക്കു നൽകിയ പരമാനന്ദ രസത്തെ പറവതിനെഴുതാമോ. ഇത് ഒരു സ്ത്രീയാണ് പാടുന്നത്. ആ പ്രാണനാഥൻ എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പറവതിന് എഴുതാമോ എന്നുള്ളതാണ് മനുഷ്യൻ വളരെ രഹസ്യമായിട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ സ്വകാര്യതയിൽ ഉള്ള ഇത്തരം സംഭവങ്ങളെല്ലാം ഒരു സ്ത്രീയെ കൊണ്ട്, അല്ലെങ്കിൽ ഒരു എഴുതിയിട്ട് ഇരേമൻ തമ്പി എഴുതിയിട്ട് ഒരു സ്ത്രീയെ കൊണ്ട് പാടിപ്പിച്ച് കേരളം മുഴുവനുള്ള ജനങ്ങൾ മുഴുവൻ കേട്ട് ഈ സ്ത്രീകൾക്ക് തന്നെ അപമാനകരമായ ഒരവസ്ഥ വന്നു ചേർന്നു. അങ്ങനെ സ്ത്രീകളിൽ പലരും സഹിക്കവയ്യാതെ അന്നത്തെ സാമൂഹിക പ്രവർത്തകയായ പല സ്ത്രീകളും ചെന്നിട്ട് ഇരേമൻ തമ്പിയോട് പറഞ്ഞു, ഈ പ്രാണനാഥന് എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ പറവതിനെഴുതാമോ എന്നുള്ളത് അവിടെ നിർത്തിയിട്ട് പ്രാണനാഥയും എനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ ആ പറവതിനെഴുതാമോ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കിട്ടും ഒരു പാര കൊടുക്കാൻ പാടില്ലാഞ്ഞോ, എന്തിനെങ്ങനെ സ്ത്രീകളെ പരസ്യമായിട്ട് അപമാനിച്ച് എന്ന് ഇരേമൻ തമ്പിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് ഇരേമൻ തമ്പി തിരിച്ച് പറയുന്നു. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഈ
ഭർത്താവിന് എവിടെയെങ്കിലും പ്രാണനാഥൻ എന്ന് പേരുണ്ടോ? ഇല്ല. ഏതെങ്കിലും എവിടെയെങ്കിലും അതിന് വിപരീതമെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. പര്യായങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ കാമുകൻ എന്ന് പേരുണ്ടോ? ഇല്ല. അപ്പൊ പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാണൻ എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു, പ്രാണൻ അത് ആയുസ്സാണല്ലോ, ആയുസ്സിന് ബലം തരുന്ന ഒന്നാണല്ലോ, അല്ലെങ്കിൽ ആത്മാവിനോട് ഇണചേർന്ന് നിൽക്കുന്നതാണല്ലോ പ്രാണൻ. അപ്പൊ ഈ പ്രാണനാഥൻ ആരാണ്? വീണ്ടും ഇരേമൻ തമ്പി ചോദിച്ചപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞു പ്രാണനാഥൻ ഈശ്വരനാണെന്ന് പറഞ്ഞു. ഈശ്വരൻ തരുന്ന പരമാനന്ദ രസം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇവര് ആദ്യം തന്നെ ഒന്ന് വിക്കി മൂളിയെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ പറഞ്ഞു, പരമാനന്ദ രസം എന്ന് പറയുന്നത് യോഗയുടെ നിർവൃത്തിയാണെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഇതിനകത്ത് എന്തർത്ഥം കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങളുടെ ചിന്തയില്, നിങ്ങളുടെ കാഴ്ചപ്പാടില് എവിടെയോ ഒരു പെശക് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാതും ഒന്ന് പുതുക്കണം എന്ന് പറയുന്ന ഇരമൻ നമ്പി പറഞ്ഞതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രത്തെയും ആ പേരുകൾ എങ്ങനെ, എപ്പോൾ, എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് അന്വേഷിക്കുക, കണ്ടുപിടിക്കുക. ഇതാണ് മഹാഭാരതത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നീട് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ മുഴുവനും പുരുവിന്റെ വംശം എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വംശം പുരാണ കാലത്തോ അല്ലെങ്കിൽ അതിപുരാതന കാലത്തോ ഉണ്ടായോ എന്നുള്ളത് ഇല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചത്. ഒരു പക്ഷേ ഈ മഹാഭാരതത്തിന്റെ അർജുന്റെയോ നകുലന്റെയും സഹദേവന്റെ എല്ലാം അല്ലെങ്കിൽ ദുര്യോധനാദികളുടെ എല്ലാം വംശങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ശുക്രൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അവർ പറയുന്ന ഉർവശി അല്ലെങ്കിൽ പുരുവിന്റെ വംശങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ യാതൊരു വക അർത്ഥങ്ങളും അർത്ഥതലങ്ങളും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല, ചരിത്രം കണ്ടെത്താനായിട്ട് പറ്റില്ല. കാര്യം ശുക്രൻ എന്ന് പറയുന്നത് അത്യധികം വക്രിച്ചതിനാൽ വളവുണ്ട്. അതുകൊണ്ടാണ് അതിന് ശുക്രൻ എന്നുള്ളൊരു പേര് ആദ്യം തന്നെ വരാനുള്ളൊരു കാരണം. പിന്നീട് ശുക്രൻ എന്ന് പറയുന്നത് ഒരു വെള്ളി ഗ്രഹമാണ്. അതുകൊണ്ടാണ് ശുക്രവാറിന് വെള്ളിയാഴ്ച എന്നുള്ളൊരു പേര് വന്നത്. ഈ ശുക്രന്റെ ഗുണങ്ങൾ അടങ്ങിയ പാത്രങ്ങൾ, കരണ്ടികൾ, വെള്ളിക്കരണ്ടിയായിട്ടൊക്കെ ജനിക്കുക എന്ന് വെച്ചാൽ വലിയ വലിയ ഒരു എന്താ പറയുക, ധനാഢ്യനാണ് ഈ വെള്ളിക്കരണ്ടിയായിട്ട് ജനിക്കാൻ പറ്റുള്ളൂ. സ്വർണ്ണം ഉണ്ടെങ്കിൽ പോലും വെള്ളി അത്രക്കും ഒരു അപൂർവ ലോഹമായിരുന്നു. അതാണ് ശുക്രൻ. അപ്പൊ ഈ ശുക്രനൊരു മകള് ജനിക്കുന്നുണ്ട്. ആ മകളുടെ പേര് ദേവയാനി എന്നുള്ളതാണ്. ആ ദേവയാനി ആരാണ് എന്ന് ചോദിച്ചാൽ ശുക്രന്റെ മകളാണ്. ശുക്രൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു രാജാവല്ല, അസുരന്മാരുടെ ഗുരുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ അസുരന്മാരുടെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനായ ഒരാള് അവിടെ ഉണ്ടാകണ്ടേ? അസുരന്മാരുടെ രാജാവ്. അസുരന്മാർക്ക് ഒരു രാജാവുണ്ട്, അദ്ദേഹത്തിന്റെ പേര് വൃഷപർവാവ് എന്നാണ്. അദ്ദേഹത്തിനും ഒരു മകളാണുള്ളത്. ആ ആ മകള് ആരാണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും. ഈ യയാതി എന്ന രാജാവ് രഹസ്യമായിട്ട് വിവാഹം കഴിച്ച ശർമ്മിഷ്ഠ എന്നാണ് ഈ മകളുടെ പേര്. അപ്പൊ എന്തുകൊണ്ട് ഈ വൃഷപർവാവിനും ശുക്രൻ എന്ന് പറയുന്ന ഈ അസുരഗുരുവിനും എന്തുകൊണ്ട് ഒരു ആൺകുട്ടി ജനിച്ചില്ല എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ആൺകുട്ടി ജനിക്കില്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളി എന്ന് പറയുന്ന ഗ്രഹം ഏറെ തണുപ്പുള്ളതാണ്, സ്ത്രീയുടെ ശരീരമാണത്. അതുകൊണ്ട് ശുക്രൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ശുക്രൻ ആണല്ല, ഒരാൺ നക്ഷത്രമല്ല, സ്ത്രീ ഗുണമാണ് അതിനകത്തുള്ളത്. വൃഷപർവാവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന മഴയാണ്. ഇങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും പ്രത്യേകത, വെള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ല മഴക്കാറുള്ളപ്പോൾ കൊക്കുകൾ പറന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് രസമെന്ന് പറയുക, ആകാശത്തിലൂടെ ഒരു വെള്ളി പറന്നു പോകുന്നത് പോലെ നമ്മൾക്ക് തോന്നും. അല്ലെങ്കിൽ ഒരു പ്രകാശം പറന്നു പോണ തോന്നും. അല്ലെങ്കിൽ കഥകളിലും പുരാണ കഥകളിലും ഇതല്ലാണ്ട് ഇതര സാഹിത്യങ്ങളിലും ചില മതഗ്രന്ഥങ്ങളിലെല്ലാം വിവരിക്കുന്ന മാലാഹ എന്താണോ എന്ന് ചോദിച്ചാൽ, വെളുത്ത കൊക്കും മഴക്കാരന്റെ ഇടയിലൂടെ പറന്നു പോയാൽ
നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതുപോലത്തെ ഒരവസ്ഥയാണ് സൂര്യന്റെ രശ്മി തട്ടുമ്പോൾ ശുക്രനിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന ദേവയാനം എന്ന് പറയുന്ന ഒരു രശ്മി. അത് ഏകദേശം നീല നിറമാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാൽ കുങ്കുമത്തിന്റെ നിറമാണോ എന്ന് ചോദിച്ചാലും പറയാനായിട്ട് പറ്റില്ല. ഇതിന് വ്യത്യസ്തമായ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ആ നിറം. അതുകൊണ്ട് ആര് കണ്ടാലും മോഹിക്കും. ഇതുപോലെ തന്നെയാണ് മഴക്കാറിന്റെ വേറൊരു അവസ്ഥയാണ് വൃഷപർവാവ്. ഒട്ടുമിക്കടുത്തും പോയി അത് വൃഷ്ടിപ്രദേശത്ത് ഏറെ നേരം നിന്ന് പെയ്യും. ആ നിന്ന് പെയ്യുന്ന ഒരവസ്ഥയുടെ പേരാണ് വൃഷപർവം. അത് മഴയാണ്. ആ മഴയെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഈ വെള്ളി ഗ്രഹത്തിൽ സൂര്യന്റെ പ്രകാശം തട്ടുമ്പോൾ വൃഷപർവാവിന് ഏറെ നേരം ചെറിയ താപം കിട്ടും, ചൂട് കിട്ടും. അതുകൊണ്ട് അത് ഏറെ നേരം വർഷിക്കും. അങ്ങനെ വർഷിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അടുത്ത ഒരു നിറത്തിന്റെ പേരാണ് ശർമ്മിഷ്ഠ. ഈ ശർമ്മിഷ്ഠയെയാണ് ആര് വിവാഹം കഴിക്കുന്നത്? യയാതി വിവാഹം കഴിക്കുന്നത്. യയാതി വിവാഹം കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദേവയാനി എന്ന് പറയുന്ന ശുക്രന്റെ മകൾക്ക് ഇതിനു മുമ്പ് ഒരു അഫയർ ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയും. ഇന്നത്തെ ഭാഷയിൽ ഒരു ലവ് അഫയർ. അത് കജൻ എന്ന് പറയുന്ന ഒരു ദേവനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ദേവസഭാംഗം ആയിട്ട് ആ പെൺകുട്ടിയല്ലോ, ഇനി കഥയിൽ പെൺകുട്ടിയാണെങ്കിലും ഈ ദേവയാനിക്ക് ഒരു പ്രേമം ഉണ്ടാവുന്നു. പല രീതിയിലും ഈ കജനെ അസുരന്മാർ പലപ്പോഴും വധിക്കുന്നുണ്ട്, കൊന്നുകളയുന്നുണ്ട്. പക്ഷെ കജന് വീണ്ടും പുനർജന്മം കിട്ടുന്നുണ്ട്. ആ പുനർജന്മം കിട്ടാനുള്ള ഒരു കാരണം ദേവയാനവും ശുക്രന്റെ ഗുണവുമാണ്. ഇത് വെള്ളിയുടെ പ്രത്യേകതയാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ. നമ്മളുടെ നശിച്ചുപോയ ക്യാൻസർ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ ക്ലെൻസിങ് ചെയ്ത് പുതുക്കാനും വെള്ളി ആഭരണങ്ങൾക്കും, അല്ലെങ്കിൽ ശുക്രൻ എന്ന് പറയുന്ന ഈ ഗ്രഹത്തിന്റെ അംശമായ ഈ ലോകത്തിന്റെ ഗുണം ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് അത് വേർതിരിച്ചെടുത്ത് അതിപുരാതന കാലം മുതൽ ക്യാൻസർ സെല്ലുകളെ അകറ്റാനായിട്ട് വെള്ളിപ്പാത്രത്തിലും വെള്ളിക്കരണ്ടിയിലും കഞ്ഞി കോരി കുടിച്ചിരുന്നു. അങ്ങനെയുള്ള സമ്പന്നന്മാർക്ക് രോഗങ്ങൾ പെട്ടെന്ന് വരില്ല. ഇതാണ് ഈ ശുക്രന്റെയും ദേവയാനിയുടെയും ഗുണം. ഒരു മരിച്ചുപോയതിനെ ജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് ഉള്ള ഗ്രഹം. ഇതാണ് മഹാഭാരതത്തിലെ ഈ ശുക്രനെയും ദേവയാനിയെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റൊന്ന് പറയുന്നത്, യയാതി ശർമ്മിഷ്ഠയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം 3 പുത്രന്മാർ ഉണ്ടാവുന്നുണ്ട്. ആർക്ക്? ശർമ്മിഷ്ഠക്ക്. എന്താണ് അവരുടെ പേരൊക്കെ നിങ്ങൾക്കറിയാവോ? അവരുടെ പേരെടുത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ദ്രുഹു എന്നാണ് ഒരു മകന്റെ പേര്. ദ്രുഹുവിന്റെ അർത്ഥം നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോയാൽ, ദ്രുഹു എന്നുള്ളത് കായലാണ്. അപ്പൊ വൃഷപർവാവിൽ നിന്നും ശർമ്മിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജലമാണ്. ആ ജലത്തിൽ നിന്ന് ജനിക്കുന്നത് ആരൊക്കെയാണ്? കായലും കടലും പുഴയും ഒക്കെ ജനിക്കാൻ സാധ്യതയുള്ളൂ. അത് തന്നെ അവിടെ ജനിച്ചിട്ടുള്ളൂ. മഹാഭാരതത്തിലെ ഈ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മൂന്നാമതൊരു കുട്ടി ജനിക്കുന്നുണ്ട്. അതാണ് പുരു. പുരുവിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, പുരു എന്ന് പറയുന്നത് അറോറ ബോറിൽസ് എന്ന് പറയുന്ന വിവിധ വർണ്ണങ്ങളെ വാരി വിതറാൻ പോകുന്ന പ്രകൃതിയിലെ ഒരവസ്ഥയാണ്. ഇതിന്റെ റിഫ്ലക്ഷന്റെ പേരാണ് ഗായത്രി. ഇത് ആരുടെ എല്ലാം ദേഹത്തടിക്കുന്നു അവർക്കെല്ലാം യൗവനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യയാതിക്ക് ജയാതിയുടെയും ശർമ്മിഷ്ഠയുടെയും പ്രേമബന്ധം പറഞ്ഞ് ശുക്രൻ എന്ന് പറയുന്ന വെള്ളി ലോഹം ഇദ്ദേഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിൽ നിന്ന് വാർദ്ധക്യം ബാധിക്കുന്നുണ്ട്. അങ്ങനെ വാർദ്ധക്യം വരുമ്പോൾ വെള്ളി ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും സമ്പന്നത്തില്ലാത്തവർക്കും പുരുവിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ വീണ്ടും യൗവനം ലഭിക്കും. ഇതാണ് മഹാഭാരതത്തിലെ നമ്മൾ കാണാത്ത മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്. ഇനി നഹുഷന് യയാതി ഈ
നഹുഷൻ എന്ന് പറയുന്ന നഹുഷനാണ് യയാതി എന്നൊരു മകൻ ജനിക്കുന്നത്. യയാതിയാണെങ്കിലോ പുത്രിയായ ദേവയാനിയെ വിവാഹം കഴിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് വൃഷപ്രഭാവിന്റെ മകളായ ധർമ്മിഷ്ഠയെ കൂടി വിവാഹം കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇതിൽ നിന്ന് മറ്റൊരു സംഭവം ജനിക്കുന്നുണ്ട്. ആംഗിരസ്, അഗ്നി, ആംഗിരസേ നീ യയാതിയാകുന്നു, യയാതി നീ ആംഗിരസ് ആകുന്നു. അങ്ങനെയെങ്കിൽ ഈ നഹുഷന് 2 പുത്രന്മാർ ജനിച്ചു എന്ന് ചോദിച്ചാൽ, യയാതി എന്ന് പറയുന്നത് ആകാശ രസങ്ങളാണ്, അഗ്നിയുടെ രസങ്ങളാണ്, ഭൂമിയുടെ രസങ്ങളാണ്. സർവ രസങ്ങളെയാണ് അവിടെ യയാതി എന്ന് വിളിക്കുന്നത്. ആംഗിരസം എന്താണ്? നീരാവിയാണ്. യയാതിയെ മഴയായി വർഷിക്കാൻ തക്കതായ സഹായം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് ആര്? ഈ ദേവയാനിയും ശർമ്മിഷ്ഠയും. അപ്പൊ മഴയ്ക്ക് കാരണമാകുന്നതും യൗവനയുക്തമായ അവസ്ഥയെ നിർമ്മിക്കുന്നതുമായ ഗുണങ്ങളെ ഭംഗിയായിട്ട് മഹാഭാരതത്തിൽ ആരാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ അർജുനനാണ്. അർജുനൻ എന്താണ്? തീർത്ഥയാത്ര നടത്തുന്നത് ഏറ്റവും കൂടുതൽ അർജുനനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര ആഴത്തിൽ മനസ്സിലാവുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. വേണമെങ്കിൽ ഞാൻ മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. ഈ യയാതിക്ക് യൗവനം, സദാസമയവും യൗവനം ലഭിക്കുന്നത് അത് പുരുവിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു. ആ പുരുവിനല്ലാതെ വേറെ ആർക്കും അത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഈ നമ്മളുടെ എന്നാൽ ശുക്രന്റെ പുത്രിയിൽ ജനിച്ച മക്കൾക്ക് പോലും ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല? യൗവനം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ഉർവശി ഇവരിൽ നിന്നെല്ലാം ജനിക്കുന്ന മറ്റൊരു അത്ഭുതമുണ്ട്. ആയുസ് എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്നുണ്ട്. ആയുസ്. അപ്പൊ ഇവരിൽ നിന്നെല്ലാം നമുക്ക് ആയുസ് ആണ് ലഭിക്കുന്നത്. ഇത്രയും നക്ഷത്രങ്ങളുടെ ഗുണങ്ങളിൽ നിന്ന് നമ്മൾക്ക് ആയുസ്സാണ് ജനിക്കുന്നത്. നിങ്ങൾ മഹാഭാരതം വായിക്കുമ്പോൾ ഈ പുരൂരുവംശവും അല്ലെങ്കിൽ പുരുവംശവും യദുവംശവും എല്ലാമാണ് നിങ്ങൾക്ക് മനസ്സിലാകുക. യദുവിനോട് പോയിട്ട് യയാതി യൗവനം ചോദിക്കുന്നുണ്ട്. യദുവിന് ഒരിക്കലും എന്ത് കൊടുക്കാനായിട്ട് പറ്റില്ല? യൗവനം കൊടുക്കാനായിട്ട് പറ്റില്ല. അല്ലാണ്ട് അച്ഛനെ അയാള് ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. യദു എന്താണ്? മഴക്കാറാണ്. മഴക്കാരന് യൗവനം കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ മഴത്തുള്ളികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു വ്യക്തി എന്നോടാണോ? ആരെങ്കിലും അതൊന്ന് ഹലോ, ഓക്കെ. ഞാൻ വിചാരിച്ചു എന്നോടാണോ ആ ചോദ്യം ചോദിക്കണേ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. ഓക്കെ, ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഞാൻ എന്റെ ഫ്ലോ പോകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ മ്യൂട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അറിയാതെ നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. എന്റെ ഒരു ഫ്ലോ നിങ്ങൾ കളയരുത്, ശ്രദ്ധിക്കാം. വീണ്ടും അതിനകത്തേക്ക് ആ ഒരു എന്താ പറയുക, തിരിച്ചു വരാനായിട്ടുള്ള കഴിവൊന്നും അത്രക്ക് വലിയ കഴിവുള്ള ഒരാളല്ല ഞാൻ. ഓക്കെ, ഇനി ഞാൻ മറ്റൊന്ന് അതിനകത്ത് പറയുന്നത്, ഈ വേദമന്ത്രങ്ങളിൽ ദേവതകൾ എന്നുള്ളത് രശ്മികളും കിരണങ്ങളും മാത്രമാണെന്ന് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ആ ഗ്രഹങ്ങളിലെ കിരണങ്ങളിൽ നിന്നാണ് പൂക്കളും കായ്ക്കളും ഇങ്ങനെ ഊർജം സ്വീകരിച്ച് വളർന്ന് ഫലമാകുന്നത്. അതുകൊണ്ട് മഹാഭാരതത്തിലെ കുറെ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അനേക കഥാപാത്രങ്ങൾ, ദുശ്ശല മുതല് ദുര്യോധനാദികളുടെ 100 പുത്രന്മാരുടെ ആസുരികമായ ഗുണങ്ങള്, ഇതെല്ലാം കുറെയൊക്കെ പുഴുക്കളാണ്, കുറെയെല്ലാം പ്രാണികളാണ്, കുറെയെല്ലാം ജൈവ ഘടകങ്ങളാണ്. അങ്ങനെ രസകരമായ ഒരു 100 ഭാഗമുണ്ട്. അതിനകത്ത് ഒരെണ്ണം സ്ത്രീ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതും പറയാം. അതും ഒരു തരം പൂക്കളാണ് എന്ന് പറയാം, അല്ലെങ്കിൽ പൂവ എന്നെല്ലാം പറയാം. അത് അടുത്ത ആഴ്ചയിൽ നമുക്ക് അവരെ പരിചയപ്പെടുത്താം. പഞ്ചപാണ്ഡവരുടെ
ഈ 5 പേരും എന്താണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു കോണിൽ കൂടെ ഞാൻ പറയാം. അത് നിൽക്കട്ടെ. അപ്പോ ഇനി ഒരു ഭാഗം എന്ന് പറയുന്നത് അഗസ്ത്യൻ എന്ന് പറയുന്ന മറ്റൊരു നക്ഷത്രമുണ്ട്. ഈ ത്രിശങ്കു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയിൽ നിന്ന് ഏറെ അകലത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ വേദങ്ങളിൽ കൊടുത്തിരിക്കുന്ന രാജാക്കന്മാർ എല്ലാവരും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തന്നെയാണ്. ആ നക്ഷത്രങ്ങളെ എടുത്ത് അലക്കി വെളുപ്പിച്ചുകൊണ്ടാണ് ഈ മഹാഭാരതം എഴുതിയിട്ടുള്ളത്. അപ്പോ ഇനിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഗണപതി എന്നത് സൂര്യനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രഹങ്ങളെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിൽ നിഗ്രഹം അനുഭവിക്കേണ്ടി വരും. അത് മഹാഭാരതത്തിൽ ഈ നിഗ്രഹങ്ങൾ നമ്മൾക്ക് പല സ്ഥലത്തും കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് നിഗ്രഹങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ വരുന്നത് എന്ന് വെച്ചാൽ ഗ്രഹങ്ങളെ നമ്മൾ പഠിച്ച് ജീവിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ രാജാക്കന്മാരുടെയും ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ ആയിക്കോട്ടെ, സൂര്യവംശ രാജാക്കന്മാരുടെ കഥ ആയിക്കോട്ടെ, അവര് ഈ പല ഗ്രഹങ്ങളുടെ നിഗ്രഹങ്ങൾ വാങ്ങുന്നുണ്ട്. ഇത് പുരാണ കഥകളിലെല്ലാം വളഞ്ഞും പുളഞ്ഞൊക്കെ തെളിഞ്ഞും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ചന്ദ്രവംശ രാജാവാണ് പുരൂരുവസ്. സൂര്യനിൽ നിന്നും പൊട്ടിത്തെറിച്ചതാണ് പുരൂരുവസ് എന്നുള്ളത് വൈദിക ജ്യോതിഷം നമ്മൾ തേടിപ്പോയാൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭൂമിയും ചന്ദ്രനും പുരൂരുവസ് തന്നെയാണ്. കാര്യം ഇവർക്ക് കറങ്ങുമ്പോൾ രോദനമുണ്ട്. അതുപോലെ തന്നെ ഈ പുരൂരുവസ് തീർച്ചയായിട്ടും ഒന്നിലേക്ക് ശുക്രന്റെ അല്ലെങ്കിൽ വൃഷപർവം എന്ന് പറയുന്ന മഴയെ ഉത്തേജിപ്പിക്കാൻ പോകുന്ന ഗ്രഹം പോലെ തന്നെ മറ്റൊരു ഗ്രഹമാണ് ഈ പുരൂരുവസ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വൈദിക ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ, ഈ കഥയിൽ നിന്നെല്ലാം മാറി മഹാഭാരതത്തിന്റെ മറ്റൊരു കഥാഭാഗത്തേക്ക് വരുമ്പോൾ ഈ പുരൂരുവസ് എന്താണെന്നുള്ളതും അറോറ ബോറിൽസ് മാത്രമല്ല, അല്ലെങ്കിൽ രശ്മിയിലെ തരുന്നത് മാത്രമല്ല, പുരൂരുവസിന് മറ്റൊരു ഗുണമുണ്ടെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ കാർമേഘ ശക്തിയായ ഇടിമിന്നല്, അതുമല്ല വർണ്ണരശ്മി, ഇതെല്ലാം തരുന്ന ഉർവശി എന്ന് വിളിക്കുന്ന രശ്മിക്ക്, ആ രശ്മി ഒരു ഗ്രഹമാണ്. അത് നമുക്ക് പിന്നീട് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറെ ഗുണമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ മഹാഭാരത കഥയല്ല നിങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ആരോഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥ, ബുദ്ധി എന്ന് പറയുന്ന ഒരവസ്ഥ, ഋഷികൾ എന്തെല്ലാം സമ്പാദിച്ചിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാര്യം നിങ്ങളെല്ലാം ഇത് പഠിപ്പിക്കാനുള്ള ഒരു കാരണം തന്നെ, ഇതിനെയൊക്കെ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മൾക്കും എവിടെ നിന്നോ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. പുസ്തകം വായിച്ചിട്ടല്ല ഇതെല്ലാം കിട്ടുന്നത്, മസ്തകം ജ്ഞാനമാണ്. ആ മസ്തക ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് മസ്തകത്തിലേക്ക് മുഴുവനും സ്റ്റോർ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ഗ്രഹങ്ങളെയൊക്കെ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ മറ്റുള്ള ഒരു ഭാഗം പറഞ്ഞത് വസിഷ്ഠൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് മഹാഭാരതത്തില്. വസിഷ്ഠൻ അവിടെ ഒരു ഗുരുവാണ്. എന്നാൽ സൂര്യനെ പോലെ തന്നെ, അല്ലെങ്കിൽ സൂര്യനേക്കാൾ വലിയൊരു ഗ്രഹമാണ് വസിഷ്ഠൻ എന്ന് പറയുന്നത്. ഇതിനകത്താണ് ഈ വസുക്കൾ നിരവധി ഉള്ളത്. വസുക്കൾ എവിടെ മുതലാണ് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാലോ. ഗംഗയെ ഒരു രാജാവ് വിവാഹം കഴിക്കുന്നുണ്ട്. ആ രാജാവിനോട് ഗംഗ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ 7 മക്കളെ കൊന്നു കളയുന്നുണ്ട്. അവരൊക്കെ വസുക്കളാണ് എന്ന് പറയില്ലേ. അങ്ങനെ വസുക്കളുടെ ഒരു കൂട്ടമാണ് വസിഷ്ഠൻ. മിത്രാവരുണന്മാരുടെ ബീജത്തിൽ നിന്ന് വസിഷ്ഠൻ ജനിച്ചു എന്ന് പറയുമ്പോൾ ഈ മിത്രനും വരുണനും എന്താണെന്ന് നമുക്കറിയാം. ജലത്തിനെ ആവാഹിക്കുന്ന ഏതോ ഒരു ശക്തിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, വസിഷ്ഠന്റെ ഗുണം കൊണ്ടാണ് ജലം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ജലത്തെ വറ്റിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ജലത്തെ വറ്റിച്ച് നീരാവിയായിട്ട് പോകാനായിട്ട് സഹായിക്കുന്ന വലിയൊരു ഗ്രഹം എന്ന് പറയുന്നത് സൂര്യൻ മാത്രമല്ല, വസിഷ്ഠൻ എന്ന് പറയുന്ന
ഒരു നക്ഷത്രത്തിന്റെയും കൂടി ഗുണമുള്ളത് കൊണ്ടാണ് ഈ നീരാവി സംഭവിക്കുന്നത്. അതെനിക്ക് ഞാൻ 100% ഉറപ്പൊന്നും പറയില്ല. പക്ഷെ വേദങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം അതാണ്. അപ്പൊ ജലത്തെ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്രമാണ്, അല്ലെങ്കിൽ മഴയെ നിർമ്മിക്കാൻ ഉപകരിക്കുന്ന അനേക നക്ഷത്രങ്ങളിൽ ഒരു ഘടകമാണ് ഈ വസിഷ്ഠൻ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു ശാസ്ത്രനാമം? പെട്ടെന്ന് എന്റെ തലയിൽ വരുന്നില്ല. വസിഷ്ഠന്റെ നാമം ഒന്ന് പറയാൻ പാർക്കില്ലല്ലോ. നിസാർ അല്ലേ? നിസാർ എന്നല്ലേ നിങ്ങൾ കേട്ടേക്കണത്? ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നിസാർ ആയിരിക്കണം. അപ്പൊ വസിഷ്ഠൻ അന്തരീക്ഷത്തിൽ, ഈ വസിഷ്ഠനും അന്തരീക്ഷത്തിൽ ഉർവശി എന്ന് പറയുന്ന ഗുണത്തെ വശത്താക്കുന്നുണ്ട്. അപ്പോൾ ഉർവശി ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നെങ്കിൽ ഇതിനെങ്ങനെ അന്തരീക്ഷത്തിലൂടെ നടക്കാനായിട്ട് സാധിക്കും? ഉർവശി അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് വ്യാസന്റെ വ്യാഖ്യാനം. അല്ലെങ്കിൽ വ്യാസൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും എത്താനായിട്ട് ഉർവശിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോർച്ച് അടിച്ചാൽ അത് ആകാശത്തിലേക്ക് എത്തും, ഭൂമിയിലേക്ക് എത്തും, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഉർവശി ഒരു രശ്മിയാണ്. ആ ഉർവശി രശ്മിയാണ് എന്ന് ഒരു വശത്ത് വ്യാസൻ വളരെ ഭംഗിയായിട്ട് പറയുന്നു. അതിനുശേഷം പുരൂരുവസിന്റെ ഒരു ഭാര്യയായിട്ട് അടക്കുന്നതൊക്കെ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഉർവശിക്ക് ചിറകുണ്ടാകണം, അല്ലെങ്കിൽ ഉർവശി ചിറകുള്ള മനുഷ്യ സ്ത്രീ ആയിരിക്കണം. എന്റെ അറിവിൽ വ്യാസൻ അങ്ങനെയുള്ള ഒരു ചിറകുള്ള ഒരു മനുഷ്യ സ്ത്രീയെ കുറിച്ച് ലവലേശം ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഗ്രഹകിരണങ്ങളും നക്ഷത്രകിരണങ്ങളും തമ്മിൽ പരസ്പരം നേർക്ക് നേരെ വരുമ്പോൾ മറ്റൊരു വർണ്ണങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു കിരണം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വിവിധ തരം പ്രതിഭാസങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതാണ് മഹാഭാരതത്തിലെ ദേവനും ദേവിയും എന്നെല്ലാം പറയുന്ന ഒരു ഭാഗം. അവര് രാജാക്കന്മാരാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും രാജാവല്ല അവര്. എനിക്ക് തോന്നിയിട്ടില്ല രാജാവാണെന്ന് തോന്നിയിട്ടില്ല. അപ്പോ വ്യാസൻ കാണാത്ത അല്ലെങ്കിൽ മഹാഭാരതത്തിൽ ഇന്ന് വരെയും നമ്മൾ കാണാത്ത ഒരു ഭാഗത്തേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ഇതൊരു ക്ഷണികമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ് കേട്ടോ. മഹാഭാരതത്തിന്റെ ഗ്രഹങ്ങളെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും അതിലെ ഓരോ കഥാപാത്രം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു തുടക്കം എന്നുള്ള ഒരു ക്ലാസ് മാത്രമാണ്. നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഓരോ ഗ്രഹങ്ങളെയും ഓരോ പേരുകളെയും കുറിച്ച് എന്താണ്, എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ പോലും തീരില്ല. അതിന് മാത്രം ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മഹാസാഗരം പോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തുടക്കം ആ ക്ലാസ് നിങ്ങൾ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടി, യയാതിയെ ഈ മഴയായി വർഷിക്കാൻ ഈ തക്കതായ സഹായം ചെയ്യുന്ന നക്ഷത്രങ്ങളാണ് ദേവയാനിയും ശർമ്മിഷ്ഠ എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ശർമ്മിഷ്ഠയില് ശർമ്മിഷ്ഠയിലാണ് യയാതിക്ക് ദൃഹവും അനുദ്രഹവും എന്ന് പറയുന്ന പുത്രന്മാർ ജനിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദൃഹു എന്നാൽ കായലാണെന്ന് പറഞ്ഞു, അനുദ്രഹു എന്ന് വെച്ചാൽ തടാകമാണെന്ന് പറഞ്ഞു. രണ്ടും ജലം എന്ന യയാതിയിൽ നിന്നുണ്ടാവുന്നതിനാൽ ശർമ്മിഷ്ഠയുടെ പുത്രന്മാർ എന്നറിയപ്പെടുന്നു. ഇതെല്ലാം എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പുരുവിന്റെ ലോകത്ത് സംഭവിക്കുന്നത്. അതിനാൽ വ്യാസഭാരതം ശർമ്മിഷ്ഠയെ പുരുവിന്റെ ഭാര്യയായി കാണുന്ന കുറെ കഥകൾ അങ്ങാട് നിർമ്മിച്ചു എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ വ്യാസൻ അങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ വ്യാസൻ എഴുതിയ മഹാഭാരതം ഇന്ന് വരെയും നമ്മളുടെയൊക്കെ തലയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടി ഞാൻ പറയാം. ഈ പുരുവിന്റെ ഗുണങ്ങൾ, അതായത് നമ്മൾ അറോറ ബോറൽസിനെ കുറിച്ചും ഗായത്രിയിലെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ആരാണ് പുരു? അദ്ദേഹം മനുഷ്യനല്ല എന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് മഹാഭാരതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പുരു ആരാണെന്ന് ചോദിച്ചാൽ സോമവംശത്തിലെ 6ാമത്തെ രാജാവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സോമം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അമൃതാണ്. ആ അമൃത് പുരുവിലുണ്ടെങ്കിൽ യയാതിക്ക് യൗവനമല്ല, എനിക്ക് തോന്നുന്ന ആ ശിശുവായിട്ട് അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായത്തിലേക്ക് എത്തിക്കാൻ വരെ ഈ പുരു വിചാരിച്ചാലായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ഭാഗം. അതുകൊണ്ട് പുരുവിനെ ഒന്നും കൂടി നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതിനെയൊക്കെ ഒന്ന് ഇല്ലാതാക്കാനായിട്ടോ ചെറുക്കാനായിട്ടോ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അതിവിടെ ശ്രദ്ധിക്കേണ്ടത്, അമൃതത്വമുള്ള സോമം വിചാരിച്ചാൽ ആർക്കും ആയുസും യൗവനവും ലഭിക്കും. അപ്പൊ പുരൂരുവസും ഉർവശിയും ചേർന്നാൽ ആര് ലഭിക്കും? ആയുസ് ലഭിക്കും. കാര്യം ഇവർക്ക് രണ്ടും ആയുസ് എന്നുള്ളൊരു ശിശു ജനിച്ചതായിട്ട് മഹാഭാരതം പറയുന്നുണ്ട്.
അപ്പൊ യയാതിക്ക് യൗവനം ലഭിച്ചത് സോമരസം എന്ന അമൃത് ലഭിച്ചത് കൊണ്ടാണ് എന്നുള്ളത് ഒരു വിവക്ഷ മഹാഭാരതം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ആ കിരണങ്ങളുടെ വർണ്ണനകൾ കൊണ്ട് സമർത്ഥമായ ഗുരുവിനല്ലാതെ മറ്റാർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് രശ്മികളെ കുറിച്ച് പഠിക്കുക, ഒന്ന് പേരിന്റെ വിവിധ അർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുക. കാര്യം നമ്മൾ വാനപ്രസ്ഥം സ്വീകരിക്കുമ്പോൾ ഈ വാനമായ ആകാശത്തെ നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഞാൻ നിങ്ങൾക്കൊരു നോട്ട്സ് തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച്. ആരൊക്കെ കയ്യിൽ ഇപ്പോൾ അതുണ്ട്, ആരൊക്കെ അത് വായിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ മനുഷ്യനും പുരുവിൽ നിന്ന് യൗവനം നിലനിർത്താനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോവുക. പിന്നെ ഗായത്രിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, വർണ്ണങ്ങളെ ജലധാര കൊണ്ട് സ്വീകരിക്കുന്ന ഒരു അമൃതത്വം തന്നെയാണ് പുരുരുവും ഉർവശിയും. അത് നിങ്ങളൊന്ന് ഓർത്തു പഠിക്കുക. പിന്നെ എന്തുകൊണ്ട് യയാതിക്ക് ഈ ഉർവശിയുടെ ശർമ്മിഷ്ഠയിലല്ല, ശുക്രന്റെ മകൾ ദേവയാനിയുടെ മക്കളിൽ നിന്ന് എന്തുകൊണ്ട് ഈ യയാതിക്ക് യൗവനം ലഭിച്ചില്ല? അത് നമ്മൾക്ക് ലഭിക്കില്ല. യദുവും തുർവശവും മഴയുടെ കാരണങ്ങളെ സഹായിക്കുന്ന നക്ഷത്രങ്ങളാണ്. അവർക്ക് ഗുരുവിന്റെ യാതൊരു ഗുണങ്ങളില്ല എന്നുള്ളത് നമുക്ക് ഈ യദുവിന്റെയും തുർവശുവിന്റെയും അർത്ഥം എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും. യദുവംശം എന്ന് പറയുന്നത് തന്നെ യദു കറുത്തവർ എന്നാ പറയുന്നത്. അതുകൊണ്ട് മഴക്കാറിന്റെ കറുപ്പിനെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ യദുവും തുർവശവും. അതൊന്നും ഗ്രഹങ്ങളല്ല. അതുകൊണ്ട് പ്രകൃതിയുടെ ചില സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന അവസ്ഥകൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് ഗ്രഹങ്ങളല്ല, പക്ഷെ പുരുഗ്രഹമാണ്. പുരുവിന്റെ എന്താണ് അമ്മ എന്നെല്ലാം പറയുന്ന ശർമ്മിഷ്ഠ ഒരു ഗ്രഹമാണ്. വൃഷപർവാവ് ഒരു ഗ്രഹമാണ്. ശുക്രൻ ഒരു ഗ്രഹമാണ്. ദേവയാനം എന്ന് പറയുന്ന ദേവയാനിയെയും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ശുക്രന്റെ ഉപഗ്രഹമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം മനുഷ്യന്റെ ആയുസിനെ കൂട്ടുന്ന ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങളെ എല്ലാം പഠിച്ച് അർജുനൻ യഥാർത്ഥത്തിൽ ആരായിട്ട് മാറുന്നു? ബ്രാഹ്മണനായിട്ട് മാറി. അതുകൊണ്ട് അർജുനനെ കുറിച്ചുള്ള ഒരു ആദ്യത്തെ ഒരു ഭാഗം മാത്രം ഇന്ന് പറയുന്നു. ബാക്കി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 3-4 മിനിറ്റും കൂടി എടുത്തിട്ട് 8:05-നല്ലേ തുടങ്ങിയത്, ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റിൽ എന്തെങ്കിലും